പ്രിയമുള്ള തൊഴിലാളി സുഹൃത്തുക്കളെ, സഖാക്കളെ, ഈ മാസം 24-ാം തീയതി സദേൺ റെയിൽവേയുടെ എല്ലാ ഡിവിഷണൽ ഓഫീസുകൾക്ക് മുമ്പിലേക്കും അതുപോലെ തന്നെ ജൂലൈ 8-ാം തീയതി ജനറൽ മാനേജറുടെ ഓഫീസിന് മുമ്പിലേക്കും ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ കേന്ദ്ര കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം റെയിൽവേ തൊഴിലാളികൾ പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. കഴിഞ്ഞ റഫറണ്ടത്തിൽ ഏകദേശം 40% വോട്ടുകൾ നേടി ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ സംഘടനയേക്കാൾ 107 വോട്ട് മാത്രം കുറവിൽ വലിയ മുന്നേറ്റത്തോടുകൂടി വലിയ പ്രതീക്ഷയോടുകൂടി റെയിൽവേ തൊഴിലാളികൾ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയനെ അംഗീകാരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. പാലക്കാട് ഡിവിഷനിലാകട്ടെ ഏകദേശം 54% മേൽ തൊഴിലാളികൾ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയന് ചരിത്ര വിജയം നൽകുകയുണ്ടായി. എന്നാൽ റെയിൽവേ തൊഴിലാളികൾ അംഗീകരിച്ച ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയനെ റെയിൽവേ ഭരണകൂടം അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഇവിടെ അംഗീകാരമുള്ള ഒരു യൂണിയന് 170 ബ്രാഞ്ചുകൾ നൽകിയപ്പോൾ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയന് 70 ബ്രാഞ്ചുകൾ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. ആ അനുവദിച്ചിട്ടുള്ള ബ്രാഞ്ചുകൾക്ക് തന്നെ എല്ലായിടത്തും ഓഫീസുകൾ നൽകിയിട്ടില്ല. പാലക്കാട് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഏകദേശം 2000 തൊഴിലാളികൾക്ക് ഒരു ബ്രാഞ്ചാണുള്ളത്. തിരുവനന്തപുരം ഡിവിഷണൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഏകദേശം 1600ഓളം തൊഴിലാളികൾക്ക് ഒരു ബ്രാഞ്ചാണുള്ളത്. റെയിൽവേ തൊഴിലാളികൾക്ക് ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയനെ അപ്രോച്ച് ചെയ്യുന്നതിനും അതുപോലെ തന്നെ യൂണിയന്റെ ഭാരവാഹികൾക്ക് ദൈർഘ്യത്തിൽ നിൽക്കുന്ന റെയിൽവേ ട്രാക്ക് സംവിധാനത്തിൽ കിലോമീറ്ററുകൾ നീളം വരുന്ന റെയിൽവേ സംവിധാനത്തിൽ മുഴുവൻ തൊഴിലാളികളെയും കാണുകയും അവരുടെ ഗ്രീവൻസുകൾ ഏറ്റെടുക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും ചെയ്യാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇതുപോലെ തന്നെയാണ് ജോളാർപേട്ട് മുതൽ വരാജ റോഡ് വരെയുള്ള ഭാഗങ്ങളിൽ DREന് ഒരു ബ്രാഞ്ച് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഊട്ടി, സേലം അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ, കോയമ്പത്തൂർ ഉൾപ്പെടുന്ന മേഖലകളിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ഒരു ബ്രാഞ്ചാണ് അനുവദിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം ഡിവിഷന്റെ ഒരു മേഖലയിൽ 156 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഒരു ബ്രാഞ്ച് മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. ഇങ്ങനെ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായി നിൽക്കുന്ന ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ ഒരു നൂറ്റാണ്ടിലധികം പോരാട്ടത്തിന്റെ വിജയങ്ങളുടെ മുന്നേറ്റങ്ങളുടെ ചരിത്രമുള്ള ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയനെ ക്ഷീണിപ്പിക്കുവാൻ റെയിൽവേ ഭരണകൂടവും ഇന്ത്യൻ ഭരണകൂടവും ശ്രമിക്കുമ്പോൾ ഈ വിവേചനത്തിനെതിരെ, പക്ഷപാതിത്വത്തിനെതിരെ നിരന്തരം സമരം ചെയ്യുവാനുള്ള ഒരു തീരുമാനവുമായി സംഘടന മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായി ദക്ഷിണ റെയിൽവേയിലെ എല്ലാ ബ്രാഞ്ചുകളിലും 17-ാം തീയതി പ്രക്ഷോഭങ്ങൾ നടത്തുകയുണ്ടായി. ഈ വരുന്ന 24-ാം തീയതി ഡിവിഷണൽ ഹെഡ്ക്വാർട്ടേഴ്സുകളിലേക്ക്, DRM ഓഫീസുകളിലേക്ക് തൊഴിലാളികൾ പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. പാലക്കാട് ഡിവിഷനിൽ മാർച്ചിനു ശേഷം DRM ഓഫീസിന് മുമ്പിൽ കൂട്ടധർണ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സഖാവ് NN കൃഷ്ണദാസ് ex-MP ആണ് ആ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നടക്കുന്ന ധർണ A. റഹീം MP ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത്തരത്തിൽ യൂണിയനോട് കാണിക്കുന്ന വിവേചനത്തെ, അന്യായമായ റെയിൽവേ ഭരണകൂടത്തിന്റെ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട് ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ മുന്നോട്ട് പോകുമ്പോൾ യൂണിയൻ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് തൊഴിലാളികളുടെ പൊള്ളുന്ന പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന PNM, FNM വേദികൾ
സജീവമാക്കുക, ചർച്ചാവേദികൾ സമയബന്ധിതമായി വിളിച്ചു ചേർത്ത് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള അവസരം ഒരുക്കുക എന്നാണ്. റെയിൽവേ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ചാവേദികളിൽ ഉന്നയിക്കാനുള്ള അവകാശം റെയിൽവേ തൊഴിലാളികൾക്ക് നൽകുകയും അതിനു വേണ്ടി അംഗീകാരമുള്ള റെയിൽവേ ട്രേഡ് യൂണിയനുകളെ തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടും ഈ ട്രേഡ് യൂണിയനുകളുമായി PNM, FNM, യൂണിറ്റ് ലെവൽ മീറ്റിംഗ് തുടങ്ങിയ മീറ്റിംഗുകളിൽ വിഷയങ്ങൾ കൊടുത്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും റെയിൽവേ അധികാരികൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ സുപ്രീം കോടതിയെയും രാജ്യത്തിലെ നിയമ സംവിധാനങ്ങളെയും ജനാധിപത്യത്തെയും വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ഇത്തരത്തിലുള്ള നിഷേധാത്മക നിലപാട് പുലർത്തുന്ന റെയിൽവേ ഭരണകൂടത്തോട് PNM, FNM ചർച്ചാവേദികൾ ഉടൻ വിളിച്ചു ചേർക്കുക, IRT, IDT റിക്വസ്റ്റുകൾ പ്രോസസ് ചെയ്യുക, തൊഴിലാളി വിരുദ്ധ ക്രൂ ലിങ്ക് പിൻവലിക്കുക, ലേബർ കോഡുകൾ പിൻവലിക്കുക, ട്രേഡ് യൂണിയൻ അവകാശങ്ങൾ കവർന്നെടുക്കാനുള്ള നീക്കത്തിൽ നിന്നും പിന്തിരിയുക, തസ്തികകൾ സറണ്ടർ ചെയ്യാനുള്ള തീരുമാനം റദ്ദ് ചെയ്യുക, ജോലിഭാരത്തിനും വർദ്ധിച്ച ട്രാഫിക്കിനും ആനുപാതികമായി തസ്തികകൾ അനുവദിക്കുക, RRC നിയമനങ്ങൾ ത്വരിതപ്പെടുത്തുകയും റെയിൽവേയിലെ ലക്ഷക്കണക്കിന് ഒഴിവുകൾ, പ്രത്യേകിച്ചും സുരക്ഷിത മേഖലയിലെ ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് റെയിൽവേ തൊഴിലാളികൾ പ്രക്ഷോഭത്തിനിറങ്ങുകയാണ്. സമരങ്ങളുടെ, പോരാട്ടങ്ങളുടെ, ത്യാഗങ്ങളുടെ, അവകാശ സമരങ്ങൾക്ക് ഐക്യത്തോടെ നേതൃത്വം നൽകിയ പാരമ്പര്യമുള്ള ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ മറ്റ് അംഗീകാരമുള്ള യൂണിയന് 170 ബ്രാഞ്ചുകൾ കൊടുത്തിട്ടും ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയന് 70 ബ്രാഞ്ചുകൾ മാത്രം കൊടുക്കുന്ന നിഷേധാത്മക വിവേചന നയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് റെയിൽവേ തൊഴിലാളികളുടെ ജനാധിപത്യ അവകാശം പുനഃസ്ഥാപിക്കുകയും ചർച്ചാവേദികളിൽ തൊഴിലാളികളുടെ പൊള്ളുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനും അവയ്ക്ക് പരിഹാരം കാണുവാനുമുള്ള അവസരങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനറൽ മാനേജറുടെ ഓഫീസിലേക്ക് ഈ വരുന്ന ജൂലൈ 8-ാം തീയതി രാവിലെ 12 മണിക്ക് മാർച്ച് ചെയ്യുമ്പോൾ മംഗലാപുരം മുതൽ ചെന്നൈ വരെയുള്ള കർണാടക, പോണ്ടിച്ചേരി, തമിഴ്നാട്, കേരള, ആന്ധ്ര എന്നീ മേഖലകളിലായി 1 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 10,000-കണക്കിന് തൊഴിലാളികൾ പങ്കെടുക്കുന്ന ജനറൽ മാനേജർ ഓഫീസ് മാർച്ചിലേക്ക് നിരന്തരം ഭീഷണിയും പനിഷ്മെന്റും ചാർജ് ഷീറ്റുകളും ജോലി സമയം വർദ്ധിപ്പിക്കലും ജോലിഭാരം അടിച്ചേൽപ്പിക്കലും നടത്തുന്ന റെയിൽവേ ഭരണകൂടത്തിന്റെ മുമ്പിലേക്ക്, ജനറൽ മാനേജറുടെ ഓഫീസിന് മുമ്പിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ അതിൽ അവകാശ പോരാട്ടത്തിന്റെ ചെങ്കൊടി ഉയർത്തിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അണിനിരക്കണമെന്ന് ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ കേന്ദ്ര കമ്മിറ്റിക്ക് വേണ്ടി വിനയപുരസ്സരം